വളരെ മഹത്വമുള്ള പുണ്യകർമ്മമാണ് അതിഥി സൽക്കാരം. സന്തോഷ നിമിഷങ്ങളിലും മറ്റും വിഭവങ്ങൾ ഒരുക്കി ജനങ്ങളെ ക്ഷണിച്ചാൽ ലഭിക്കുന്ന പ്രതിഫലം അളവറ്റതാണ്. സൽക്കാരപ്രിയനെന്ന് ചരിത്രം വിശേഷിപ്പിച്ച പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. വിവിധ തരത്തിലുള്ള സൽക്കാരങ്ങളെ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. വലീമത്തുൽ ഇംലാഖ്, നിക്കാഹ് കഴിഞ്ഞതിന്റെ പേരിൽ നൽകുന്നതാണിത്. വലീമത്തുൽ ഇർസ്, സംയോഗം നടന്നതിന് ശേഷം നൽകുന്നതാണിത്. വലീമത്തുൽ ഹിതാൻ, ശലാകർമ്മം നടത്തിയതിന്റെ പേരിൽ നൽകുന്ന സദ്യ. വലീമത്തുൽ ഖുർസ്, പ്രസവ പ്രയാസങ്ങളിൽ നിന്ന് ഭാര്യ മോചിതയായ സന്തോഷത്തിൽ നൽകുന്നത്. വലീമത്തുൽ അഖീഖ, കുട്ടിയുടെ പേരിൽ 7-ാം ദിവസമോ മറ്റോ നൽകുന്ന സദ്യ. വലീമത്തുൽ നഖിയ, ദീർഘയാത്ര കഴിഞ്ഞ് മടങ്ങി വന്നതിന്റെ പേരിൽ നൽകുന്നത്. വലീമത്തുൽ വഖീറ, പുതിയ വീടെടുത്തതിന്റെ പേരിൽ നൽകുന്ന സദ്യ. വലീമത്തുൽ ഹിദാഫ്, ഖുർആൻ മനഃപ്പാഠമാക്കിയതിന്റെ പേരിൽ നൽകുന്ന സദ്യ. വലീമത്തുൽ വദീമ, മരണമോ മറ്റു പ്രയാസങ്ങളിലോ അകപ്പെട്ടവർക്ക് വേണ്ടി തയ്യാറാക്കി നൽകുന്ന സദ്യ. വലീമത്തുൽ മഅ്തുബ, കാരണങ്ങളൊന്നുമില്ലാതെ പുണ്യം പ്രതീക്ഷിച്ച് നൽകുന്നത്. നമ്മുടെ സൽക്കാരങ്ങളൊക്കെ നിയ്യത്ത് കൊണ്ടാകുമ്പോൾ ഏറെ പ്രതിഫലമുള്ള അമലായി.